രാവിലെ തന്നെ സ്കൂട്ടർ എടുത്തിട്ട് എവിടേക്കാണ് പോകണമെന്നല്ലേ നിങ്ങൾ വിചാരിക്കണേ? അതെ ഗൈസ്, നമുക്ക് ഓട്ടമുണ്ട്. ഓട്ടം ഉള്ളത് 1 മണിക്കാണ്. പക്ഷെ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓട്ടം പോണ കാറിൻ്റെ ചാവി വാങ്ങാനാട്ടോ. നമ്മുടെ കാറിൻ്റെ ഓണർ അടുത്ത വീട്ടിലാണ് ചാവി കൊടുത്ത് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ 4 മണിയാകുമ്പോൾ എയർപോർട്ടിൽ എത്താനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിലേക്ക്. സമയം അങ്ങനെ 1:30 കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ വീട്ടിലെത്തി. നമ്മളിന്ന് ഓട്ടം പോണത് ഈ കിടക്കണ യാരിസ് ആയിട്ടാണ് നമ്മൾ ഓട്ടം പോണത്. ഞാൻ രാവിലെ കാറിൻ്റെ ചാവി വാങ്ങാൻ വന്നത് ഈ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ കാറിൻ്റെ ചാവി എൻ്റെ ഉള്ളത് കൊണ്ട് ഞാൻ അൺലോക്ക് ചെയ്തിട്ട് വണ്ടിയുടെ ഉള്ളിൽ കയറിയിരുന്ന് വണ്ടി അങ്ങനെ ഞാൻ സ്റ്റാർട്ടാക്കി. നമ്മൾ ഇന്ന് ഡ്രൈവ് ചെയ്യണ യാരിസ് പെട്രോൾ എഞ്ചിനാണ് കേട്ടോ. പെട്രോൾ എഞ്ചിനാണ്, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമാണ് നമ്മുടെ യാരിസ്. അങ്ങനെ വണ്ടി എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഗുരുവായൂരിന്ന് 2.5 മണിക്കൂറാണ് നമ്മുടെ എയർപോർട്ടിലേക്ക് വേണ്ടത്. പറപ്പിച്ച് പോകാൻ ചില 2 മണിക്കൂറിലൊക്കെ പോവാം നമുക്ക്. ഇനി പോണ വഴിക്ക് വല്ല ബ്ലോക്ക് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഒരു 1/2 മണിക്കൂർ കൂട്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ഇവിടുന്ന്. അപ്പോൾ നമ്മളിന്ന് പോണത് തൃശ്ശൂർ വഴിക്കാണ് കേട്ടോ നമ്മൾ എയർപോർട്ട് പോണത്. നമുക്ക് സാധാരണ ഞാൻ കൊടുങ്ങല്ലൂർ വഴിക്ക് പിന്നെ നമ്മുടെ 3 വീടികം തിരിഞ്ഞിട്ട് ചാലക്കുടി ചെന്ന് കയറി അങ്ങനെയും പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ റോഡ് തൃശ്ശൂർ റോഡ് നല്ലത് റോഡായതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് തൃശ്ശൂർ കൂടെയാണ് പോണത്. അപ്പോൾ അങ്ങനെ ഞാൻ നടത്തറ സിഗ്നലിൻ്റെ അവിടെ കേട്ടോ വന്ന് കയറിയത് ഹൈവേയിൽ. 3:30 ആയപ്പോൾ തന്നെ നമ്മൾ നെടുമ്പാശ്ശേരിയിലെത്തി. ഞാനിപ്പോൾ ഡൊമസ്റ്റിക് ടെർമിനലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 4 മണിക്കാണ് അവർ എത്തുള്ളൂ. നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ നേരെ പാർക്കിങ്ങിലാണ് വണ്ടി കൊണ്ടുവിട്ടത്. പാർക്കിംഗ് ഫീ 100 രൂപയാണ് കേട്ടോ നമ്മുടെ എയർപോർട്ടിൽ പാർക്ക് ചെയ്യാൻ. വണ്ടി അങ്ങനെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 1 മണിക്കൂറിൽ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഇവിടെ തൊട്ടടുത്ത് തന്നെ പാർക്കിങ്ങിൽ ഇട്ടോളാൻ പറഞ്ഞു. ഇവിടെ നിന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ 3ഉം 2ഉം ടെർമിനൽ ആ സൈഡിലാണ്. പണ്ടൊക്കെ ഇത് ഇൻ്റർനാഷണലിൻ്റെ പാർക്കിംഗ് ആയിരുന്നു. ഇവിടെയായിരുന്നു പണ്ട് ഡിപ്പാർച്ച് ഉണ്ടായിരുന്നത്, ഇൻ്റർനാഷണൽ ഡിപ്പാർച്ച്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു ഡൊമസ്റ്റിക് അറൈവലും ഡിപ്പാർച്ചും ഉണ്ടായിരുന്നത്. പണ്ടൊക്കെ ഈ പാർക്കിംഗ് ഇത്ര സെറ്റപ്പും ഉണ്ടായിരുന്നില്ല. ഒരേ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ പാർക്ക് ചെയ്തിടണമായിരുന്നു. ഇപ്പോൾ ഫുള്ള് ഷീറ്റും കാര്യങ്ങളൊക്കെ ആയി നല്ല ഭംഗിയായി. എന്തായാലും പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിന്നപ്പോൾ നേരം പോയത് അറിഞ്ഞില്ല. 4:35 ആയപ്പോൾ തന്നെ അവരെന്നെ വിളിച്ചു. അങ്ങനെ ഇപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ പോവാണ്. അവർ പില്ലർ നമ്പർ 29 അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാനൊന്ന് എയർപോർട്ടിലൊന്ന് കറങ്ങിയിട്ട് ഞാൻ അവരെ 29ാമത്തെ പില്ലറിൻ്റെ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് നേരെ വിട്ടു. 5:45 നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ എത്തി. ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ എന്താ നിൽക്കണമെന്ന് വെച്ചാൽ നല്ല ബ്ലോക്കാണ്. കുട്ടനല്ലൂർ ജംഗ്ഷൻ തൊട്ടിട്ട് നമ്മുടെ ഹൈലൈറ്റ് മാളും കഴിഞ്ഞ് നമ്മുടെ ഹൈവേ വരെ ബ്ലോക്കായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പൂങ്കുന്നത്തെത്തിയപ്പോൾ അവിടെയും ബ്ലോക്കാണ്. ഇവിടെ ഒരു പോലീസുകാരൻ ബ്ലോക്കെല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. വരുന്ന വഴിക്ക് ഗുരുവായൂർ എത്തുന്നതിന് മുന്നേയുള്ള ചൂണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശരവണഭവനുണ്ട്. അവിടെ കയറിയിട്ട് ഡിന്നർ കഴിച്ചിട്ട് പോകാമെന്നായി. അപ്പോൾ അവിടുന്ന് ഞാൻ അവിടുന്ന് ഒരു പ്ലെയിൻ റോസ്റ്റും ഒരു വടയും കാപ്പിയാണ് കുടിച്ചത്. സമയം അങ്ങനെ 7:45 ആവാറായപ്പോൾ തന്നെ ഞങ്ങൾ ഗുരുവായൂർ എത്തി. ഇന്ന് ഭയങ്കര ട്രാഫിക്കായിരുന്നു തിരിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടിയത്. അവിടുന്ന് അങ്ങനെ ഇറങ്ങി സ്കൂട്ടർ സ്റ്റാർട്ടാക്കി നേരെ വിട്ടു വീട്ടിലേക്ക്. ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഓട്ടത്തിൽ കൂടെ കാണാം.